ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബാലായ നീലവപുഷേ നവകിങ്കിണീക ജാലാഭിരാമ ജഘനായ ദിഗംബരായ ശാർദൂല ദിവ്യനഖഭൂഷണ ഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വാസുദേവ പരവേദ വാസുദേവ പരാമഖ വാസുദേവ പരയോഗ വാസുദേവ പരക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. ശ്രീധരിയം ഭാഗവത പഠന സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീധരിയം ഭാഗവത പഠന സത്രത്തിൽ ഇന്ന് ഭാഗവത പാഠം 105 ആണ് പഠിക്കുന്നത്. ഭാഗവത മഹാത്മ്യം 1-ാം അധ്യായത്തിലെ 34, 35, 36, 37 എന്നീ 4 ശ്ലോകങ്ങൾ പഠിക്കാം. യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനം. യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനം.
ശൃണു വിപ്രമയാ തേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച നൈവ ച. ശൃണു വിപ്ര മയാ തേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച നൈവ ച. സന്തതേ സഗരോ ദുഃഖം അവാപാംഗപുരാ തഥാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം. സന്തതേ സഗരോ ദുഃഖം അവാപാംഗ പുരാ തഥാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം. ബ്രാഹ്മണ ഉവാച വിവേകേന ഭവേൽ കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേൽ ത്യജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിത. ബ്രാഹ്മണ ഉവാച വിവേകേന ഭവേൽ കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത്യജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിതഃ. ഈ 4 ശ്ലോകങ്ങളുടെ പദങ്ങളും പൊതുവായിട്ടുള്ള ഒരു ഭാവാർത്ഥവും നമുക്ക് പഠിക്കാം. യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനം. യതിരുവാച യതി പറഞ്ഞു സന്യാസി പറഞ്ഞു മുഞ്ചാജ്ഞാനം പ്രജാരൂപം. മുഞ്ചാജ്ഞാനം ആത്മസ്വരൂപം അറിയാത്ത അവസ്ഥ, അതാണ് മുഞ്ചാജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊരു വലിയ അജ്ഞാനമാണ്. ആത്മസ്വരൂപത്തെ അറിയാത്തത് വലിയൊരു അജ്ഞാനമാണ്. അതാണ് മുഞ്ചാജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ സന്യാസി പറയുന്നു മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതി വിവേകന്തു സമാസാദ്യ ത്യജ സംസാരവാസനം. പദങ്ങൾ അത്രയേ ഉള്ളൂ, വളരെ ലളിതമായിട്ടുള്ള പദങ്ങളാണ്. അതായത് ആത്മസ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടായത് എന്നാണ് സന്യാസി പറയുന്നത്. പ്രജാരൂപം, പുത്രനുണ്ടാകണമെന്നുള്ള ബലിഷ്ഠ ആഗ്രഹം, ആത്മസ്വരൂപം അറിയാത്തതിന്റെ ഫലമാകുന്നു. കർമ്മത്തിന്റെ ഗതിയെ ബലിഷ്ഠാ കർമ്മണോ ഗതി, ശക്തമായ കർമ്മത്തിന്റെ ഗതിയെ, ബലിഷ്ഠമായ കർമ്മത്തിന്റെ ഗതിയെ ആർക്കും തടുക്കുവാൻ കഴിയുകയില്ല, സാധിക്കുന്നതല്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്തറിയുന്നതായ വിവേകത്തെ വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനം, സംസാരവാസനയെ വിട്ടുകളയുക. വേണ്ട വിധത്തില് ആത്മസ്വരൂപം അറിയണം. ആത്മജ്ഞാനം സമ്പാദിച്ചിട്ട് വേണം ഇത് ചെയ്യുവാൻ.
എന്ന് സന്യാസി പറഞ്ഞു. അതായത് ലോകവിരക്തി വരുത്തുവാൻ തക്കവിധം സന്യാസി ബ്രാഹ്മണനോട് പറയുകയാണ് ഈ കാര്യങ്ങൾ. എന്താണ് പറഞ്ഞത്? ഹേ ബ്രാഹ്മണ, പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം ആത്മസ്വരൂപം അറിയാത്തതിന്റെ ഫലമാകുന്നു. ആ അജ്ഞാനത്തെ വിട്ടുകളയുക. പുത്രനുണ്ടാകാനുള്ള അല്ലെങ്കിൽ പുത്രനുണ്ടാവാനുള്ള അദൃഷ്ടം അങ്ങേക്കില്ല. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പുത്രൻ ഉണ്ടാകാനുള്ള അദൃഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പുത്രൻ ഉണ്ടാകാനുള്ള യോഗം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുത്രയോഗം അല്ലെങ്കിൽ അതിന്റെ ഭാഗ്യം അങ്ങേക്കില്ല. കർമ്മത്തിന്റെ ഗതിയെ തടുക്കുവാൻ ആർക്കും സാധിക്കുന്നതല്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് അറിയുന്നതായ വിവേകത്തെ വേണ്ട വിധത്തില് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആത്മസ്വരൂപത്തെ അറിയണം. അതിന് ആത്മജ്ഞാനം ഉണ്ടാകണം. അത് ഉണ്ടാക്കിയെടുത്ത് ഈ സംസാര വാസനയെ, നിത്യജീവിതത്തിലുള്ള ചില വാസനയുണ്ടല്ലോ, ഇതിൽ തന്നെ കഴിഞ്ഞുകൂടണമെന്നുള്ള ഈ വാസനയെ വിട്ടുകളയുക, ത്യജിക്കുക എന്ന് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ശൃണു വിപ്രമയാതേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച നൈവ ച. ശൃണു വിപ്ര, ഹേ ബ്രാഹ്മണ, ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേൾക്കുക. മയാത്തേ അദ്യ പ്രാരബ്ധം തു വിലോകിതം. പ്രാരബ്ധ കർമ്മത്തെ ഞാനിപ്പോൾ നന്നായിട്ട് കണ്ടറിഞ്ഞു. പ്രാരബ്ധം, അതായത് ഇദ്ദേഹത്തിന്റെ പ്രാരബ്ധം എന്താണ് എന്നുള്ളത് ഞാൻ നന്നായിട്ട് കണ്ടറിഞ്ഞു. എന്താണ്? സപ്ത ജന്മാവധി തവ പുത്രോ, 7 ജന്മം കഴിയുന്നത് വരെ അങ്ങേക്ക് പുത്രൻ ജനിക്കുകയില്ല. സപ്ത ജന്മാവധി തവ പുത്രോ നൈവ ച നൈവ ച. ഏവ ച ഇല്ല എന്നർത്ഥം. നൈവ ഏവ ഇല്ല. ഹേ ബ്രാഹ്മണ, ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേൾക്കുക. അങ്ങയുടെ പ്രാരബ്ധ കർമ്മത്തെ ഞാനിപ്പോൾ നന്നായിട്ട് കണ്ടറിഞ്ഞു. 7 ജന്മം കഴിയുന്നതുവരെ അങ്ങേക്കു പുത്രൻ ജനിക്കുകയില്ല, തീർച്ചയാണ്. അത് കണ്ടറിഞ്ഞു ഈ യോഗീശ്വരൻ സന്യാസി. അടുത്ത ശ്ലോകം സന്തതേഃ സഗരോ ദുഃഖം അവാപംഗപുരാ തഥാ രേമുഞ്ചാദ്യ കുടുംബാശം സന്യാസേ സർവഥാ സുഖം. സന്തതേഃ സഗരോ ദുഃഖമവാപാംഗ പുരാതഥ. പണ്ടത്തെ ഒരു കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സന്തതിക്കുള്ള, സന്താനത്തിനുള്ള ആഗ്രഹം അനർത്ഥഹേതുവാണ്, അത് അനർത്ഥത്തിന് കാരണമാകും എന്ന് ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞെന്താ? സന്തതി നിമിത്തം, സന്താന നിമിത്തം സഗര മഹാരാജാവിനും അംഗരാജാവിനും ദുഃഖമാണ് ഉണ്ടായത്. ഈ കഥകളൊക്കെ ഭാഗവതത്തിൽ പിന്നീട് വിസ്തരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴും പറയേണ്ട കാര്യമില്ല. സഗരന്റെ ചരിത്രം പറയുമ്പോൾ നവമസ്കന്ധത്തില് അവിടെ സാഗര ചരിത്രമൊക്കെ പറയുന്ന സമയത്ത് അത് വിസ്തരിക്കും. ആരുടെ ചരിത്രത്തിലൂടെ? ഭഗീരഥന്റെ പ്രയത്നത്തിലൂടെയൊക്കെ നമുക്കത് വിസ്തരിച്ച് മനസ്സിലാക്കി തരും. ഒരു കഥ അതാണ്. മറ്റൊരു കഥ അങ്കന്റെ കഥയാണ്. അങ്കൻ എന്ന് പറഞ്ഞാൽ ധ്രുവന്റെ വംശത്തിലുണ്ടായ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവാണ്. അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി. അതിനുവേണ്ടി യാഗം നടത്തിയിട്ടാണ് പുത്രനുണ്ടായത്. പക്ഷെ അവസാനം ദുഷ്ടബുദ്ധിയായ ആ പുത്രനെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഇതിനേക്കാൾ ഭേദം ഇല്ലാത്തതാണ് എന്ന് ചിന്തിക്കുക കൂടി ചെയ്യേണ്ടതായിട്ട് വന്നു. അതാരുടെ കഥയാ? അംഗരാജാവിന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് വേനൻ. അങ്കന്റെ പുത്രനാണ് ആര്? വേനൻ. അപ്പൊ ഇതൊക്കെ ഇന്നിവിടെ ഓർമ്മിച്ചു. ഹേ ബ്രാഹ്മണ, കുടുംബം നശിക്കാതെ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെ വിട്ടുകളയുക. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. എത്രയെത്രയോ തറവാടുകൾ, എത്രയെത്രയോ പുണ്യം സമ്പാദിച്ചിരിക്കുന്ന തലമുറകൾ
വലിയ യോഗങ്ങൾ, അതായത് ഭവനങ്ങളിൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് അതികേമമായിട്ടുള്ള തറവാടുകളും ഭവനങ്ങളൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട്. എത്രയോ തലമുറകൾ സന്താനങ്ങളില്ലാതെ അന്യം നിന്ന് പോയിട്ടുണ്ട്. അത് നമ്മുടെ സങ്കല്പമല്ല, നമ്മൾ സങ്കല്പിച്ചാൽ നടക്കുന്നതല്ല. പിന്നെന്താണ്? അത് ഈശ്വര സങ്കല്പമാണ്. അതിനനുസരിച്ച് നമ്മൾ ഒഴുകുകയാണ് വേണ്ടത്. ഹേ ബ്രാഹ്മണ, കുടുംബം നശിക്കാതെ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെ അതുകൊണ്ട് വിട്ടുകളയുക. എല്ലാം ഉപേക്ഷിക്കുന്നതായ സന്യാസാശ്രമത്തിൽ തന്നെയാകുന്നു സർവപ്രകാരത്തിലുമുള്ള സുഖമുള്ളത്. പക്ഷെ അതെല്ലാവർക്കും പറ്റില്ലെന്ന് മാത്രം. ഇത്തരത്തിലുള്ള ആളുകൾ മനഃശാന്തിക്ക് അതാണ് ചെയ്യേണ്ടത് എന്നുകൂടി യതി സൂചിപ്പിച്ചു. അടുത്ത ശ്ലോകത്തില് ബ്രാഹ്മണ ഉവാച വിവേകേന ഭവേൽ കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേൽ ത്യജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിത. വിവേകേന ഭവേൽ കിം മേ പുത്രം ദേഹി ബലാദ് അപി നോ ചേൽ ത്യജാമ്യഹം ത്യജാമി അഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിത. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ബ്രാഹ്മണൻ പറഞ്ഞു, എന്താണ്? ജ്ഞാനത്തിന് അധികാരിയല്ലാത്ത ബ്രാഹ്മണൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് ജ്ഞാനത്തിന് അധികാരമില്ല എന്നല്ല. ഇപ്പോഴ് ഈ ഒരു വിശേഷപ്പെട്ട ജ്ഞാനം, ആത്മജ്ഞാനത്തിന് അധികാരിയല്ല ആര്? ബ്രാഹ്മണൻ. അധികാരിയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് അനുസരിക്കാൻ തോന്നുമായിരുന്നു. അത് തോന്നിയില്ല. അങ്ങനെ ജ്ഞാനത്തിന് അധികാരിയല്ലാത്ത ആ ബ്രാഹ്മണൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വിവേകം കൊണ്ട് എനിക്ക് എന്താണ് ഫലം എന്നാണ് ചോദിച്ചത്. നമ്മൾ പറയാറുണ്ടല്ലോ, ആപത്തു വന്നങ്ങടുക്കുന്ന നേരത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. മഹാത്മാക്കളുടെ വാക്കുകളൊന്നും ആപത്ത് വരുന്ന സമയത്ത് അടുക്കുകയില്ല. ഒരു പ്രമാണം കൂടി ചൊല്ലിയാൽ മനസ്സിലാകും. വിനാശകാലേ വിപരീത ബുദ്ധി. വിനാശകാലത്ത് വിപരീത ബുദ്ധിയാണ് ഉണ്ടാവുക. ഈ സന്യാസി പറഞ്ഞത് കേൾക്കാൻ തോന്നിയില്ല. അതിന് അധികാരി അല്ലാത്തത് കൊണ്ടാണ്. വിവേകം കൊണ്ട് എനിക്ക് എന്താണ് ഫലം എന്നാണ് ചോദിക്കുന്നത്. ആത്മജ്ഞാനം കൊണ്ട് എനിക്കെന്താണ് ഫലം? ഈശ്വരാജ്ഞയെ അതിക്രമിച്ചിട്ടും യോഗബലത്താൽ എനിക്കൊരു പുത്രൻ ഉണ്ടാവാനുള്ള അനുഗ്രഹം താങ്കൾ നൽകുക. അതിന് അങ്ങ് തയ്യാറാവുന്നുണ്ടെങ്കിൽ നന്നായി, തയ്യാറാകുന്നില്ലെങ്കിൽ ദുഃഖാധിക്യത്താൽ അകർത്തവ്യങ്ങളെ തിരിച്ചറിയാൻ അശക്തനായിരിക്കുന്ന ഞാൻ അങ്ങയുടെ മുമ്പാകെ ഇതാ പ്രാണങ്ങളെ ഉപേക്ഷിക്കാൻ പോകുന്നു. നോച്ചേൽ വിവേകേന ഭവേൽ കിം മേ. എനിക്കിപ്പോ എന്താണ് പ്രയോജനം? ഭവേൽ എനിക്ക് ഇതിനെ കൊണ്ട്, വിവേകം കൊണ്ട് എന്താണ് പ്രയോജനം? പുത്രൻ ദേഹി ബലാദപി. പുത്രനെ എനിക്ക് നൽകുക, അതിനുള്ള അനുഗ്രഹം നൽകുക. ബലാദപി, ബലാദപി എന്ന് പറഞ്ഞാൽ ഇവിടെ അതിക്രമിച്ചിട്ട്, ഈശ്വരാജ്ഞയെ അതിക്രമിച്ചിട്ട്, ഇപ്പോഴുള്ള യോഗക്ക് അവിടെ നിൽക്കട്ടെ, അതിനെ അതിക്രമിച്ചിട്ടും അങ്ങേക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങ് ചെയ്യുക. ഇനി ചെയ്യുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, ഞാൻ അങ്ങയുടെ മുമ്പിൽ വെച്ച് ജീവൻ ഉപേക്ഷിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആത്മദേവൻ പറയുന്നത് ഇവിടെ നമുക്ക് ആ കാര്യങ്ങളൊന്ന് ചുരുക്കി മനസ്സിലാക്കാം. ഈ ലോകത്തിൽ വിരക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി സന്യാസി ബ്രാഹ്മണനോട് പറയുന്നു, അല്ലയോ ബ്രാഹ്മണ, പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹം ആത്മസ്വരൂപം അറിയാത്തത് കൊണ്ടാണ്. അജ്ഞാനത്തെ അങ്ങ് വിട്ടുകളയണം. അങ്ങേക്ക് പുത്രനുണ്ടാകുവാനുള്ള യോഗം കാണുന്നില്ല. തലയിലെഴുത്ത് വായിച്ചപ്പോൾ കർമ്മത്തിന്റെ ഗതിയെ തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്യുന്നതായ വിവേകമുണ്ടാക്കണം. ആത്മജ്ഞാനം ഉണ്ടാക്കിയിട്ട് ഈ സംസാരവാസനയെ ഇല്ലാതാക്കണം.
ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ചു കേൾക്കൂ ബ്രാഹ്മണ. അങ്ങയുടെ പ്രാരബ്ധ കർമ്മത്തെ ഞാനിപ്പോഴും നന്നായിട്ട് മനസ്സിലാക്കി. അങ്ങയ്ക്ക് 7 ജന്മം കഴിയുന്നത് വരെ കുട്ടികൾ ഉണ്ടാവില്ല, സന്താനങ്ങൾ ഉണ്ടാവില്ല. സന്തതിക്കുള്ള ആഗ്രഹം അനർത്ഥഹേതുവാണ്. കാരണം ഇതിനെ അതിക്രമിച്ചാൽ അത് ദുരന്തം ആയിട്ട് വരും. സഗര മഹാരാജാവും അംഗരാജാവിനും ദുഃഖമാണ് ഉണ്ടായത്. ഹേ ബ്രാഹ്മണ, കുടുംബം നശിക്കാതെ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തെ അങ്ങ് വിട്ടുകളയൂ. എല്ലാം ഉപേക്ഷിക്കുന്നതായ സന്യാസാശ്രമം തന്നെയാണ് എല്ലാ പ്രകാരത്തിലും ശ്രേഷ്ഠം. ഇത്രയും പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, വിവേകം കൊണ്ട് എനിക്കൊരു ഫലവും ഇല്ല. ഈശ്വരാജ്ഞയെ അതിക്രമിച്ചിട്ടും യോഗബലത്താൽ എനിക്ക് പുത്രൻ ഉണ്ടാകുവാൻ അങ്ങ് അനുഗ്രഹിക്കണം. അതിനങ്ങ് തയ്യാറാകുന്നില്ലെങ്കിൽ ഈ അമിതമായ ദുഃഖത്തിൽ ഞാൻ ഇവിടെ വെച്ച് അങ്ങയുടെ മുന്നിൽ വെച്ച് ജീവൻ ഉപേക്ഷിക്കും എന്നുകൂടി പറയുന്നു. ഇതാണ് 4 ശ്ലോകങ്ങളുടെ താല്പര്യം. നമ്മളൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കി പോവുകയാണ്. പഠനം സമയം നമുക്ക് പരമാവധി ലാഭിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് ആ മലയാള ശ്ലോകം ഏതായാലും ഒന്നുകൂടി ചൊല്ലാം. യതി പറഞ്ഞു ത്യജിക്കൂ പുത്രപരം അജ്ഞാനം ബലവത്തരം കർമ്മത്തിൻ ഗതി വിട്ടാലും വിവേകത്താൽ സ്വവാസന. യതി പറഞ്ഞു ത്യജിക്കൂ പുത്രപരാമജ്ഞാനം ബലവത്തരം കർമ്മത്തിൻ ഗതി വിട്ടാലും വിവേകത്താൽ സ്വവാസന. നിൻ പ്രാരബ്ധം കണ്ടറിഞ്ഞേൻ കേട്ടാലുമതു നീ ദ്വിജ. 7 ജന്മം വരെ കങ്ങേക്കുണ്ടാവില്ലൊരു പുത്രനും. നിൻ പ്രാരബ്ധം കണ്ടറിഞ്ഞേൻ കേട്ടാലുമതു നീ ദ്വിജ. 7 ജന്മം വരെ കങ്ങേക്കുണ്ടാവില്ലൊരു പുത്രനും. ദുഃഖമുണ്ടായി സഗരനും അങ്കനും പുത്രർ കാരണം വിട്ടാലും നീ കുടുംബാശ സന്യസിപ്പതു താൻ സുഖം. ദുഃഖമുണ്ടായി സഗരനും അങ്കനും പുത്രർ കാരണം വിട്ടാലും നീ കുടുംബാശ സന്യസിപ്പതു താൻ സുഖം. ബ്രാഹ്മണൻ പറഞ്ഞു, ജ്ഞാനത്താൽ എന്തുവൻ യോഗശക്തിയാലേകൂ പുത്രനെ. അല്ലെങ്കിൽ നിൻ മുൻപിൽ വെച്ചൻ പ്രാണൻ ഞാൻ സംത്യജിക്കുവൻ. ബ്രാഹ്മണൻ പറഞ്ഞു, ജ്ഞാനത്താൽ എന്തുവൻ യോഗശക്തിയാലേകു പുത്രനെ. അല്ലെങ്കിൽ നിൻ മുൻപിൽ വെച്ചൻ പ്രാണൻ ഞാൻ സംത്യജിക്കുവൻ. മൂലം ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതി. വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനം. ശൃണു വിപ്രമയാദേദ്യ പ്രാരബ്ധം തു വിലോകിതം. സപ്തജന്മാവധി തവ പുത്രോ നൈവ ച സന്തതേ സഗരോ ദുഃഖം അവാപംഗപുരാ തഥാ രേമുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം. ബ്രാഹ്മണ ഉവാച വിവേകേന ഭവേൽ കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേൽ ത്യജാമ്യഹം പ്രാണൻ ത്വദഗ്രേ ശോകമൂർച്ഛിത. ശ്രദ്ധയോടുകൂടി ഈ പാഠഭാഗങ്ങൾ കേൾക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കഥാഭാഗത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ഈ കഥാഗതി മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കഥാഭാഗമാണിത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇതിനോടനുബന്ധമായിട്ട് നമുക്ക് വായിക്കാനും എഴുതാനും പഠിക്കാനുമുള്ളതാണ്. കാരണം കർമ്മഗതിയെ തടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല.
തലയിലെഴുത്തിനെ തടുക്കാൻ പറ്റില്ല. നമുക്ക് നന്മയുള്ളതാണെന്ന് തോന്നിയിട്ട് ചെയ്യുന്നത്, നമ്മുടെ ആഗ്രഹം കൊണ്ട് പലതും ചെയ്യുന്നത് പലപ്പോഴും വിപരീതത്തിലാണ് കലാശിക്കുന്നത്. സുഖത്തിന് വേണ്ടിയിട്ടാണെന്നാണ് നമ്മളെല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷെ കിട്ടുന്നത് അന്യതാണ്, ദുഃഖമാണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള വിശേഷപ്പെട്ട തത്വജ്ഞാനം കൂടിയാണ് ഈ യതിയിലൂടെ ഒഴുകി വന്നിരിക്കുന്നത്. നമുക്ക് കഥാഗതി ഒന്നുകൂടി വ്യക്തമായിട്ട് ഇനി അങ്ങോട്ടുള്ള സുദിനങ്ങളിൽ മനസ്സിലാക്കാൻ ഇടവരട്ടെ. എല്ലാവരും ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഹരി ഓം, നമസ്കാരം.